സാധാരണ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കീഴിൽ വളരുന്ന മക്കൾ ഇപ്പോഴും അമ്മയിൽ കുറച്ച് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അമ്മയോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് സെൻസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അമ്മ കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ പൃഥ്വിരാജിനും ഇന്ദ്രജിനും അതില്ല. ഇല്ല ഇല്ല ഇല്ല. അതെങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം. കാരണം ഇന്നത്തെ തലമുറ, ഞാനിപ്പോൾ എൻ്റെ മരുമക്കൾ വലിയ സ്നേഹമാണ്. എനിക്ക് ആശുപത്രിയിലോ എന്തെങ്കിലും ഒരു പോകണമെങ്കിൽ എല്ലാവരും അവരാ കൊണ്ടുപോകുന്നതും. പക്ഷെ ഞാൻ പറയും, കാരണം എന്താ പറയുക, ചില അമ്മായിയമ്മമാർക്കുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിള്ളേരിടവും വരവും നിൽക്കണം എന്നുള്ളത്. അതൊക്കെ വിട്ടുകൊടുക്കണം മോനെ. അവരായി അവരുടെ ജീവിതം പടുത്തുയർത്താൻ കിടന്ന് തെക്കോട്ട് പടക്കോട്ട് പാടുപെടുന്ന കാലത്ത്. പക്ഷേ എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ മക്കൾ ഇടവും മൂലവും സ്ട്രോങ് ആയിട്ടുണ്ട്, അതുപോലെ അമ്മ എന്തുണ്ട് എങ്ങനെയുണ്ട് ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ സുഖം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ഞാൻ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദൈവം പോലെ കാണുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ജീവിക്കാനുള്ള കാശ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ മാസം മക്കളെ നിന്ന് വാങ്ങിച്ചിട്ട് വേണം അരി വാങ്ങിക്കാൻ, മരുന്ന് വാങ്ങിക്കാൻ, അതില്ല. അത് ഈശ്വരനോട് നന്ദി പറയുന്നത്, എൻ്റെ സുഖത്തിനോട് ഞാൻ നന്ദി പറയും. ഇപ്പോഴും ജോലിയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടുന്ന ജോലിയല്ലേ എനിക്ക് ബോണസാണ്. ഞാൻ കൊണ്ട് ബാങ്കിലിടും. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കൊച്ചുമക്കൾക്ക് ഒരു ഓണം ഒരു ഉടുപ്പ് വാങ്ങിച്ചാൽ എൻ്റെ മക്കൾക്ക് ഇപ്പോഴും അതെ. ആഹാ, അവർ ചോട്ടുകൊണ്ടിരുന്ന ചില താമസിച്ചാലും ഓണത്തിന് ഞാൻ എൻ്റെ വക ആ കസവ് കൊണ്ടും ഷർട്ടും ആദ്യമേ അങ്ങ് കൊടുക്കും. പിറന്നാളിന് ഓണത്തിനൊക്കെ കൊടുക്കും. അതൊരു സന്തോഷമാണ് കേട്ടോ, അവർക്കും സന്തോഷമാണ്. അവർക്കറിയാം ഓണം ആകുമ്പോൾ അമ്മ അതുമൊക്കെ ആയിട്ട് വരുമെന്നറിയാം. അതൊരു പഴയ രീതിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. എന്നാലും അത് കൊടുക്കും. അതിനൊന്നും ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല. അവിടെയാണ് എനിക്ക് എൻ്റെ സുഖേട്ടനും ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കിട്ടുന്ന കാശിൻ്റെയും ഒരു പ്രയോജനം. എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന അവിടെ. ആരെ ആശ്രയിക്കാതെ ഞാൻ ഒരു മക്കളെ പടലിൽ കയറി ജീവിക്കുന്ന ആളല്ല, ഒരിക്കലുമല്ല. അവരുടേതായ ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും എല്ലാം എനിക്കറിയാം. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനോട് അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇനി കൂടെ കയറി താമസിച്ചാലും അപ്പം അത് അവർക്ക് എന്തെങ്കിലും ഒരു അവരുടേതായ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനും അമ്മ ഇരിക്കും എന്നിട്ട് വരും. അതല്ലേ ഇപ്പം എനിക്കാണെങ്കിലും വരത്തില്ലേ. ഇപ്പം സുഖേട്ടൻ്റെ അമ്മ ഇരിക്കുമ്പോൾ എനിക്ക് സുഖേട്ടനോട് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ലാത്തപ്പോൾ എന്തോ സുഖേട്ടൻ നല്ല രണ്ടെണ്ണം അടിച്ചല്ലേ എന്നൊക്കെ പറയും, നമുക്ക് ചോദിക്കാം. ഇപ്പോൾ അമ്മ ഇരിക്കുമ്പോൾ പറ്റുമോ? അപ്പം അങ്ങനെ ഇപ്പം ഇവിടെ വെള്ളമടിക്കാരെന്നുണ്ടെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം കിട്ടുന്നതാണ് നല്ലത്. പക്ഷേ ഇന്ന് ഫ്രീഡം എന്നുള്ള വാക്കിനെ പലതരത്തിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് പലരും. അത് ശരിയല്ല. ഞാൻ ഈയിടെ ഞാൻ സംസാരിച്ചു ഈ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച്. അതെച്ച് വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശരിയാണ്, ഒരു ആവശ്യം വന്നാൽ നമ്മൾ നമ്മുടേതായ സൗകര്യത്തിൽ ഇപ്പോൾ യാത്ര പോകുന്നു. എനിക്ക് ചിലപ്പോൾ ഇതുപോലെ സാരി ഒന്നും എടുത്തുകൊണ്ട് പ്ലെയിനിൽ കയറാനൊക്കത്തില്ല. അപ്പോൾ ഒരു സൽവാർ കമ്മീസോ ചുരിദാറോ ഒക്കെ ഇട്ട് നമ്മൾ പോകും. അത് നമ്മുടെ സൗകര്യം. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു കടപ്പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ നനയാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടെ. പക്ഷേ ഒരുപാട് മാന്യദേഹങ്ങൾ വരുന്ന ഒരു സദസ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരുടെ മകള് എങ്ങനെ നമ്മളെ വളർത്തി, ഇതെല്ലാം ഒരു വലിയ പോയിന്റ് തന്നെയാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ അല്ലാതെ ഇപ്പോൾ ഈ പറയുന്നവൻ്റെ തൊട്ട് എവിടെങ്കിലും ചാനലിലിരുന്ന് ആരെങ്കിലും തെറി വിളിക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പം ഞാനെന്നാളെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സമത്വം വേണമെന്ന്. വന്ന് ഉടുതുണിന്ന് വരെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി. മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ ഇപ്പോൾ വേഷവിധാനത്തിൽ മാറ്റും. അത് അവരുടെ ഇഷ്ടമാണ്, ചിലവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അത് കാണുമ്പോൾ ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. അതാണ് തെറ്റ്. അതിനൊന്നും ഞാൻ ആണുങ്ങളെ പറയത്തില്ല. ഉടനെ പറയും വലിയ സ്ത്രീ വിരോധി എന്ന് പറയും, വലിയ ചേച്ചി. അല്ലല്ലല്ല, അത് നമ്മൾ പറയിപ്പിക്കുന്നതാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. കേരളത്തിലെ പെൺകുട്ടികൾ ഒരു പൊതു സദസ്സിൽ വരുമ്പോൾ, ഒരു പൊതുവായ ഒരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെ വരണം, അതിൽ നിന്നും അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരാൾ വിപരീതമായി. ഇപ്പം ഞാൻ നാളെ ഒരു ജീൻസ് ഒരു ഷർട്ടൊക്കെ ബട്ടറൊക്കെ തുറന്നിട്ട് വന്നിരിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കില്ല അയ്യോ തളയ്ക്കുന്നത് എന്തോ പറ്റിയതാണോ ചോദിക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ള പോലെ. അപ്പം നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കുടുംബപരമായിട്ട് നമ്മൾ ആരാണ്, അല്ലെ നമ്മളെ എങ്ങനെ വളർത്തി, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മൾ പഠിച്ച സ്ഥലം, സ്കൂളായാലും കോളേജായാലും നമ്മുടെ അധ്യാപകർ നമ്മളെക്കുറിച്ച് പറയുന്നത്, ഇതൊക്കെ ഒരു വലിയ പ്രധാന ഘടകമാണ്. അപ്പം അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്ത് വേണം ഒരു പൊതുവായ സദസ്സിൽ പോകാൻ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായിട്ട് നിൽക്കുക. അല്ലാതെ ഇത് ആരുടെ വേഷമാണ് നല്ലത്, ഇതാണോ അതാണോ, അതല്ല. അത് അങ്ങനെയുള്ള അമിത സ്വാതന്ത്ര്യങ്ങൾ എടുക്കുകയും അതൊന്ന്. പിന്നെ ഞാനിപ്പോൾ കാണുന്ന വേറെ ഒരു വല്ലാത്തൊരു എല്ലാം ശരിയാണ്, ആണുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ഞാൻ സമ്മതിക്കുന്നത്. എനിക്ക് അവരോടൊക്കെ സഹതാപവും സ്നേഹമുണ്ട്. പക്ഷേ എന്തിനാണ് ഈ പറയാൻ വൈകുന്നത്? 15 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ പോയപ്പോൾ, അതുവഴി വന്നപ്പോൾ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ 15 സെക്കൻഡ് വേണ്ടല്ലോ ഒരു തന്നെ പടലി ഒരു ചൗകര്യം കാരണം കൊടുക്കാൻ വേണോ? ആദ്യം ചെല്ലുമ്പോൾ ഒരുത്തൻ ശരിയല്ല, തൻ്റെ
മര്യാദയ്ക്ക് നിന്നോ, നിന്റെ ചെവുകുറ്റി അടിക്കാൻ തകർക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരെ. അപ്പം 10 കൊല്ലം ചേട്ടാ അണ്ണ അപ്പൂപ്പാന്ന് പറഞ്ഞ് നടന്നു വെച്ച് പിന്നെ കിടന്നുകൊണ്ട് കഥ പറച്ചിലും അതാ ആ കഥ പറയുന്നതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടോ എന്ന് സാധാരണക്കാരന് ഫീൽ ചെയ്യാണ്. ചിലപ്പോൾ സത്യമായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ ചുമ്മാതായിരിക്കും ചേച്ചി എവിടെ ആയിരുന്നു ഇവൾ ഇതുവരെ എന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം അതാ. എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിച്ചു വെച്ചു? അങ്ങനെ ഒളിച്ചു വെച്ചാൽ കുടുംബത്തിൽ പ്രശ്നമാകും എന്നുള്ളവർ ഇപ്പം മക്കൾ വരെ വലുതായിട്ടാണോ അത് പറയുന്നത്? അല്ലല്ലോ. അപ്പം അത് അങ്ങനെയുള്ള ഒരു രീതികൾ വന്നിട്ട് അതെനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോ ഇടപെടലോ ഇപ്പം ആരെയെങ്കിലും എങ്ങോട്ടെങ്കിലും തെറ്റ് ചെയ്ത് വിളിച്ചു ലഹരി വിരുദ്ധ കേസിന് പിടിച്ചാൽ പോലും വിളിച്ച് പറയാൻ ആൾക്കാരുണ്ട് അല്ലേ? കൗൺസിലർമാർ തൊട്ട് വിളിയോടെ വിളിയാ. ഞാൻ അതാണ് പറഞ്ഞത്, അതൊന്നും സമ്മതിക്കരുത്. പോലീസുകാരും മിടുക്കന്മാരായിട്ടുള്ള ഓഫീഷ്യൽസ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് മീറ്റിംഗ് കൂടി അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ എപ്പോഴും പല പ്രസംഗങ്ങളിൽ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആജ്ഞാശക്തി തുടക്കം മുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു പാർട്ടി അണികൾ, അതെല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരല്ല, കോൺഗ്രസ് ആയാലും BJP ആയാലും കുറച്ച് അണികൾ പറയുന്ന കേട്ടേ പറ്റുള്ളൂ ആര് ഭരിച്ചാലും. പക്ഷേ ആ കേൾക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനം എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി വന്നാൽ ചിലപ്പോൾ അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കേരളം ഭരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണെങ്കിലും ആണുങ്ങളുടെ വേണ്ടാതനത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയുക, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. എന്താ എത്ര പ്രയാസം? അതിനുള്ള കഴിവുള്ള നേതാക്കന്മാരൊക്കെ നമുക്ക് പഴയ നേതാക്കന്മാർ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ കണ്ടാലേ കേരളം ഇത് എങ്ങോട്ട് പോകാൻ തോന്നുന്നു, നമുക്ക് പേടിയാ. കൊച്ചു പിള്ളേർ വരെ സ്കൂളിൻ്റെ പുറകിൽ ചെന്ന് മറഞ്ഞു നിന്നുകൊണ്ട് സിഗരറ്റ് വലി, ഇതൊക്കെ ആരാണ് ഇവനൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ പണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേച്ച് അവിടെ അടുത്ത് നിൽക്കും. ഒരാൾ വന്ന് കയറിയാൽ ആരാ എന്താന്ന് ചോദിക്കും. ഇത്രയും കച്ചവടം നടത്താൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ എതിർവശത്തെ കടയിൽ പോയി മുട്ടായി വാങ്ങിച്ചോണം, നല്ല കട. ഇപ്പോൾ വഴിനീളമില്ല, ഉന്തുവണ്ടിയാണ് സ്കൂളുകളുടെയൊക്കെ നടയിൽ. ഇതിനകത്തൊക്കെ എന്താണ്? അതൊന്നും സമ്മതിക്കരുത്. ഇത്ര ഏരിയ അവിടോട്ട് കച്ചവടം ബാൻഡാന്ന് തന്നെ പറയണം. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഈസിയായിട്ട് സാധിക്കുമെന്നല്ല. അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. എല്ലാവരും അവരവരുടെ സാമ്രാജ്യം വളർത്താനുള്ളൊരു തത്രപ്പാടിൽ ഓടി നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്സാരം എന്നുള്ള പേരിൽ വിട്ടുപോകുന്നത്. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.